Hi friends, welcome to Commerce Bytes. I hope you people are all doing well. Today we are going to discuss the topic method of teaching in institutions of higher learning. നമ്മളിപ്പോൾ കുറച്ചധികം മെത്തേഡ്സ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്, ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, അത് ബോത്ത് ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലേണർ സെൻറ്റേഡ് മെത്തേഡ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് മെത്തേഡ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഫോർ ഷുവർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പഠിക്കാനും ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് ഓരോ ടോപ്പിക്കും നമ്മൾ ക്ലിയറായി പറഞ്ഞു പോകുന്നത്. അതായത് നിങ്ങൾക്കിനി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വേറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ മെത്തേഡ്സും പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ദ ടൈം ആൻഡ് ലെറ്റ്സ് ജംപ് ടു ദ ടോപ്പിക്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് ഒരു ലെക്ചർ മെത്തേഡാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓറൽ പ്രസൻറ്റേഷൻ ഓഫ് ദ ലെസൺ ബൈ ദ ടീച്ചർ. ഓക്കെ, ദ ലെക്ചർ ഇസ് കൺസിഡേർഡ് ആസ് മോസ്റ്റ് ഏൻഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് വിച്ച് ടൈപ്പ് ഓഫ് മെത്തേഡ് ഇറ്റ് ഈസ് എന്ന് ചോദിക്കാം. അഥവാ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡാഷ് ഇസ് കൺസിഡേർഡ് ആസ് എ മോസ്റ്റ് ഏൻഷ്യൻ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ചാൻസസ് ആർ ദെയർ. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓരോ മെത്തേഡ്സും ക്ലിയറായി പഠിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ലെക്ചർ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ നമ്മളുടെ നോർമലായിട്ടുള്ള സ്കൂളിംഗ് രീതി അതുപോലെയാണ് ലെക്ചർ മെത്തേഡ്. അതായത് ടീച്ചർ നിന്ന് ക്ലാസ് എടുക്കുന്നു, സ്റ്റുഡൻസ് അത് അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നിങ്ങൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിന് തന്നെ ഒരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. സോ നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്റ്സും, എല്ലാ പോയിൻറ്റ്സും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ലെക്ചർ മെത്തേഡ് ഇസ് ഓൾ ക്ലിയർ ടു യു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോബ്ലം ബേസ്ഡ്, അതായത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുത്തി വായിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ലെക്ചർ മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിരുത്തി നല്ല ഒരു കാം മൈൻഡിൽ വായിച്ച് നോക്കുക. അല്ലാതെ സമയം പോവും എന്ന് വിചാരിച്ച് നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്, ദാറ്റ് ഇസ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. എല്ലാ സ്റ്റുഡൻസിനും അറിയാൻ പറ്റും വാട്ട് ഇസ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്നുള്ളത്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ലെക്ചർ മെത്തേഡ്, റൈറ്റ്? ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആ ഒരു പ്രൊസീജിയർ കാണിച്ചു കൊടുക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മളുടെ ഒരു സ്കൂൾ ഡേയ്സിൽ ഒരു 8, 9, 10 കാലഘട്ടത്തിൽ നമ്മൾ ടീച്ചേഴ്സ് സയൻസ് ലാബിൽ കൊണ്ടുപോകും, കെമിസ്ട്രി ലാബിലോ അല്ലെങ്കിൽ ഫിസിക്സ് ലാബിലോ കൊണ്ടുപോകും. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണേ എന്ന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും, അല്ലേ? അങ്ങനെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു നോളജ് ഉണ്ടാവും. ഓക്കെ, നമ്മളത് വിഷ്വലി ഒരു പ്രസൻറ്റേഷൻ നമ്മൾ കണ്ടതാണ്. സോ നമ്മളിപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി മാം ആ ഒരു ഡെമോൺസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് റിമെമ്പർ ചെയ്തെങ്കിലും എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഹെൽപ്സ് ഇൻ ബൂസ്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് പൊതുവേ ഈ ഒരു ഇരുന്ന് പഠിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അതായത് അവർ സയൻസ് ലാബിലേക്ക് പോകുന്നു, അവിടെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അപ്പോൾ കുട്ടികൾ കൂടുതൽ കൂടെ ഇൻട്രസ്റ്റഡ് ആവും. അണ്ടർസ്റ്റുഡ്? സോ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് സ്റ്റുഡൻസിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മീൻസ് ദാറ്റ് എക്സ്പ്ലെയിനിങ് ഓർ ഷോയിങ് സ്റ്റുഡൻസ് പ്രാക്ടിക്കലി ദ വർക്കിംഗ് ഓഫ് എനി പ്രൊസീജിയർ ഓർ ദ ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ വർക്കിങ്ങിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ആൻഡ് ഈ ടൈപ്സ് ഓഫ് മെത്തേഡില്ലേ, ഈ ടൈപ്സ് ഓഫ് മെത്തേഡിൻ്റെ മേ ബി ചിലപ്പോൾ ഒരു മെറിറ്റ്സും അതുപോലെ തന്നെ ഡീമെറിറ്റ്സും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് മറ്റ് മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലെക്ചർ മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംടൈംസ് കോസ്റ്റ്ലി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ,
അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ഏറെയാണ്. ടൈം കുറേ എടുക്കും ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മറ്റേത് ഇപ്പോൾ ഒരു ടോപ്പിക് ഉണ്ട്, ആ ഒരു ടോപ്പിക്ക് മാമിന് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്താൽ മതി. അവിടെ അധികം ടൈം എടുക്കലും കോസ്റ്റും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ ടൈമും അതുപോലെ തന്നെ കോസ്റ്റും ഒരു ഫാക്ടറാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ ടോപ്പിക് റൈറ്റ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഉള്ള പല മെത്തേഡ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്റ്റുഡൻസിൽ പകുതി പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല റൈറ്റ്. സോ ഹ്യൂറിസ്റ്റിക് മെത്തേഡിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആംസ്ട്രോങ്, ARMSTRONG. ഓക്കെ, ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ദാറ്റ് ഫൈൻഡ്. അതായത് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ലേൺ ക്യൂരിയസ്ലി ബൈ ഡിസ്കവറി. അവർ ഡിസ്കവർ ചെയ്താണ് പഠിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് ഇൻഫർമേഷൻ സച്ച് എസ് ടീച്ചേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ലെക്ചർ മെത്തേഡിൽ പറഞ്ഞു, ടീച്ചറാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അങ്ങനെയാണ് സ്റ്റുഡൻറ്റ് പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ലേൺ ക്യൂരിയസ്ലി ബൈ ഡിസ്കവറി. അവർ തന്നെ ഡിസ്കവറി ചെയ്ത് അവർ തന്നെ പഠിക്കുകയാണ്. അണ്ടർസ്റ്റുഡ്? സ്റ്റുഡൻറ്റ് ഷുഡ് ട്രൈ ടു എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ് ആൻഡ് പ്രിഡിക്റ്റ് ദി ടോപ്പിക് ഗിവൺ ടു ദം ബൈ ദ ടീച്ചർ. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നുള്ളത് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടൊരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോജിക്കൽ തിങ്കിങ്, അതായത് ആ കുട്ടി തന്നെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ പർപ്പസ്ഫുൾ എക്സ്പീരിയൻസസ്, സെൽഫ് തിങ്കിങ്, സെൽഫ് സ്റ്റഡി, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ ഗീവ്സ് ദ ടോപ്പിക് ഓർ ദ പ്രോബ്ലം to the students and they have to find the solution using library, lab, online resources, workshops, seminars, etc. So I hope this topic is all clear to you. അതായത് ടീച്ചർ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു പ്രോബ്ലം ഒരു സ്റ്റുഡൻറ്റിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ കുട്ടി ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈബ്രറി വഴിയാവാം, അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സസ് ആവാം, വർക്ക്ഷോപ്പുകളാവാം, സെമിനാർസ് ആവാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, and this method is a individualized teaching method. Okay, keep in mind it is a individualized teaching method. Next method is a different method which you people won't hear this type of method, that is flipped classroom. അതായത് നമ്മളുടെ നോർമൽ ക്ലാസ് റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നോർമൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ്, ടീച്ചർ സ്റ്റുഡൻസിന് നോളജ് പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് അവർക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കും, വീട്ടിൽ പോയിട്ട് ഹോം വർക്ക്സും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കും അല്ലേ. പക്ഷേ ഇവിടെ ഫ്ലിപ്പ് ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ ഷെയർസ് ദ ലിങ്ക് ഫോർ ദ വീഡിയോ ലെക്ചേഴ്സ് വിത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദേ വാച്ച് ദീസ് അറ്റ് ദെയർ ഓൺ ഫേസ് അറ്റ് ഹോം. ദ സ്റ്റുഡൻസ് ദെൻ വർക്ക് ഓൺ അസൈൻമെൻറ്റ്സ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം ക്ലാസ് റൂമിൽ വന്നും, ക്ലാസ് റൂമിൽ ചെയ്യുന്ന കാര്യം വീട്ടിലിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ആ ഒരു പ്ലേസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഡു യു മീൻ ബൈ ഫ്ലിപ്ഡ് ക്ലാസ് റൂം. നിങ്ങളൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ഫ്ലിപ്ഡിൻ്റെ അർത്ഥം എന്താ, തല തിരിച്ചിടുക. സോ അത് തന്നെയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ക്ലാസ് റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ സാധാരണ ക്ലാസ് റൂമിലിരുന്ന് ക്ലാസ് കേൾക്കും. പക്ഷേ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ നമ്മൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ വീട്ടിൽ പോയിട്ടിരുന്നാണ് ഹോംവർക്ക് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിലിരുന്ന് ഹോംവർക്കോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ അങ്ങനെ ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഓക്കെ, ഈ ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്, ദേ ക്യാൻ ബി ബെറ്റർ ഡിസ്കഷൻ ഓൺ അസൈൻമെൻറ്റ്സ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലിരുന്ന് തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യം, അതായത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും പറയാനുണ്ടാവും. അതായത് നെറ്റ്വർക്ക് പ്രോബ്ലം, അതായത് കണക്ഷൻ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അവിടെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പ്രോബ്ലം ഉണ്ടാവും അല്ലേ. സോ ഇത് തന്നെയാണ് ഈ ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൻ്റെ ഡീമെറിറ്റ്. ഓക്കെ.